എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ട്രാവൽ ബ്ലോഗേഴ്സായ ആൾക്കാർ അല്ലെങ്കിൽ ഗോപ്രോ പോലുള്ള ആക്ഷൻ ക്യാമറകൾ ഉപയോഗിക്കുന്നവർ അതുപോലെ റൈഡേഴ്സായ ആൾക്കാർക്കൊക്കെ വളരെ അത്യാവശ്യമായ ഒന്നാണ് ഹെൽമെറ്റ് മൗണ്ടുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചീപ്പ് റേറ്റിൽ വാങ്ങാൻ പറ്റിയ അതുപോലെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഹെൽമെറ്റ് മൗണ്ടിൻ്റെ റിവ്യൂ ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മുന്നത്തെ പല വീഡിയോയിലും പറഞ്ഞതാണ് ഗോപ്രോയുടെ കൂടെ പ്രത്യേകിച്ച് ആക്സറീസ് ഒന്നും കിട്ടാനില്ല. അതിൻ്റെ ഹോളിഡേ ബണ്ടിലൊക്കെ മാത്രമേ എല്ലാ ആക്സറീസും വരുന്നുള്ളൂ. പിന്നെ A to Z എല്ലാ സാധനങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. അതുപോലെ ഗോപ്രോയുടെ ബ്രാൻഡിലുള്ള ആക്സറീസൊക്കെ നല്ല കോസ്റ്റ്ലിയുമാണ്. അപ്പോൾ നമ്മൾ ഇതിനകം ഒരുപാട് ഗാഡ്ജറ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇനിയും പരിചയപ്പെടുത്താനുണ്ട്. അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റൊരു ആക്സറിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞതാണ്, ചീപ്പ് റേറ്റിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇത്രയും കാലം നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതാണ് ഇതിൻ്റെ ഇൻവോയ്സ്. 684 രൂപക്കാണ് ഞാനിത് വാങ്ങിയത്. വളരെ ചെറിയൊരു പാക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ഹെൽമെറ്റ് ബെൽറ്റാണ്. അതായത് ഒരു യൂണിവേഴ്സൽ പർപ്പസാണിത്. ഇത് ഏതൊരു ആക്ഷൻ ക്യാമറയുടെ കൂടെയും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. YA, DG, ഓസ്മോ, അതുപോലെ ഗോപ്രോ മോഡൽസ്, പിന്നെ അതുപോലെ മറ്റ് ആക്ഷൻ ക്യാമറകളൊക്കെ ഇതിന് സ്യൂട്ടാകുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ പുറത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട് 1699. പക്ഷെ നമ്മളിത് വാങ്ങിയത് വെറും 684 രൂപക്കാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സംഭവം കാണാൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണിത്. അങ്ങനെ വലിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇതൊരു റബ്ബറൈസ്ഡ് മെറ്റീരിയലാണ്. അതുപോലെ ഇതൊരു നൈലോണിൻ്റെ സ്ട്രാപ്പാണ്. പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വളരെ സിമ്പിളാണ് ഇതിൽ. പിന്നെ ഇവിടെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരു സ്ക്വയർ കട്ട് ഷേപ്പിൽ അതൊരു ഗ്രിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതൊരു ഹെൽമെറ്റ് മൗണ്ടാണ്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം ഇതെന്തോ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് സാധനമാണ്. പിന്നെ ഇത് എല്ലായിടത്തും കാണുന്ന പോലെ സാധാരണ ഒരു ഒരു റിബൺ ടൈപ്പ് സ്ട്രാപ്പാണ്. പിന്നെ ഇവിടെ ആ ഒരു ഗോപ്രോയും സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സ്ക്രൂവും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ലിസ്റ്റ് ചെയ്ത പോലെ ഇത് എല്ലാ ക്യാമറകൾക്കും യൂസ്ഫുൾ ആയൊരു സംഭവമാണ്. ഏത് ക്യാമറയും നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം ഫ്ലെക്സിബിളായ സംഭവമാണ്. നമുക്കിത് ഇങ്ങനെ അകത്തി വെക്കാനൊക്കെ പറ്റുന്നതാണ്. നമ്മൾ ഗോപ്രോയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് മെറ്റാലിക് പാർട്ടാണ്. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള സംഭവം. നമുക്കിതിങ്ങനെ മൂവ് ചെയ്യാനോ ഇല്ലെങ്കിൽ അകത്താനൊന്നും പറ്റുന്നില്ല. ഇത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് ഗോപ്രോ മാത്രമേ ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സാധനം അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. നമുക്ക് ഇതിങ്ങനെ അകത്തി വെക്കാനൊക്കെ പറ്റുന്നതാണ്. അതുകൊണ്ട് മറ്റ് പല ക്യാമറകളും നമുക്കിതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെൽമെറ്റിലാണ് ഈ ഒരു മൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ട്രാവലിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ പുതിയൊരു ഹെൽമെറ്റാണ്. പിന്നെ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു റിവ്യൂ കൂടെ പോയി കാണുക. പിന്നെ ഇത് ഇവിടെയാണ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാച്ചായ ഒരു ഹെൽമെറ്റാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ റൈഡേഴ്സൊക്കെ അല്ലെങ്കിൽ ഗോപ്രോക്കെ ഉപയോഗിക്കുന്ന ഒരു ഹെൽമെറ്റ് മൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ മോഡൽ ഒരു ഹെൽമെറ്റ് മൗണ്ട് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. സാധാരണ ഗോപ്രോയുടെ കൂടെ കിട്ടുന്ന ഒരു ഹെൽമെറ്റ് മൗണ്ടാണിത്. ശരിക്കും പറഞ്ഞാൽ ഗോപ്രോയുടെ കൂടെ ആകെ ഈ ഒരു ആക്സറി മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെൽമെറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു സർഫസിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു ക്യാമറേൻ്റെ പൊസിഷൻ മുകളിലായതുകൊണ്ട് നമുക്കിപ്പം ഡിസ്പ്ലേയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഇത് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് റെക്കോർഡിംഗ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ ഈ ഒരു ഗ്ലാസ് കവർ ചെയ്ത സമയത്ത് നിങ്ങളിപ്പം ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ പൊസിഷൻ മുകളിലായതുകൊണ്ട് ചിലപ്പോൾ ഓഡിയോ ഒന്നും കറക്റ്റായിട്ട് റെക്കോർഡാകാനും സാധ്യതയില്ല. അതുപോലെ റെക്കോർഡിങ്ങിന് എന്തെങ്കിലും എററൊക്കെ വരുമ്പോഴും അതുപോലെ ലോ ബാറ്ററി ഒക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾ ഇത് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇത് മുകളിൽ കണക്ട് ചെയ്താൽ ഉണ്ടാവുക. നേരെ മറിച്ച് ക്യാമറയുടെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വായുടെ അടുത്തായിരിക്കും ക്യാമറ ഉണ്ടാവുക. അപ്പോൾ സൗണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് പിക്കപ്പും ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ഹെൽമെറ്റ് മൗണ്ട് അത് ആക്ച്വലി ഒരു ഗം ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റിക്കർ ടൈപ്പാണ് വരുന്നത്. ഈ ഒരു റാപ്പർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഹെൽമെറ്റിൽ ഇങ്ങനെ സ്റ്റിക്കർ ചെയ്യുന്നതാണ് പതിവ്. അപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷം ചിലപ്പോൾ ഇത് ആ ഒരു ഗമ്മൊക്കെ പോയിട്ട് ചിലപ്പോൾ അത് എന്താ പറയണ്ടേ ഊരി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇതിലൂടെ ചിലപ്പോൾ പൊടിയൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു സ്റ്റിക്കർ പശയുടെ ആ ഒരു ക്വാളിറ്റി ഒക്കെ കുറേ കാലം കഴിഞ്ഞ ശേഷം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ക്യാമറയുടെ പൊസിഷൻ മുകളിലായതുകൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് അറിയാനുള്ള ആ ഒരു ചാൻസ് കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഇത് പശയൊക്കെ നല്ല സ്ട്രോങ് ആയ പശയാണ്. പക്ഷെ എന്നാലും 100% ഗ്യാരണ്ടി ഒന്നും തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഗോപ്രോ മൗണ്ട് ഹെൽമെറ്റ് മൗണ്ട് വാങ്ങുന്നവർ
പരമാവധി ഇതുപോലുള്ള സാധനങ്ങൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഹെൽമെറ്റ് മൗണ്ട് അത് ഇവിടെ താഴെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല, അത് മുകളിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഈ ഒരു മോഡലിലുള്ള സ്ട്രാപ്പുള്ള ടൈപ്പ് ഹെൽമെറ്റ് മൗണ്ടുകൾ വാങ്ങുന്നവർ ഇതുപോലെ ചിന്നുള്ള ടൈപ്പ് ഹെൽമെറ്റുകൾ വാങ്ങാനും ശ്രദ്ധിക്കുക. ഞാനത് മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെൽമെറ്റാണിത്. അത് സ്റ്റഡിൻ്റെ തന്നെയാണ്, ചിന്നില്ലാത്ത ടൈപ്പായിരുന്നു. അതുപോലെ ഇത് തണ്ടർബേർഡ് വാങ്ങിയപ്പോൾ അവർ ഫ്രീ ആയിട്ട് തന്ന റോയൽ എൻഫീൽഡ് തന്നെ ഹെൽമെറ്റാണ്. അപ്പോൾ ഇതും ചിന്നില്ലാത്ത ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതുപോലെ ചിന്നില്ല ടൈപ്പ് ഒരു ഹെൽമെറ്റ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതേതായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ മെക്കാനിസം. ഇതുപോലെ ടോട്ടൽ 4 സ്ട്രാപ്പാണ് വരുന്നത്. അപ്പോൾ അത് രണ്ട് പെയർ ചെയ്തിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു കണക്ടർ ഉണ്ട്. ആ ഒരു 2 സ്ട്രാപ്പുകൾ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. നിങ്ങൾ ഈ ഒരു സ്ട്രാപ്പ് എടുത്തിട്ട് ഇതിനുള്ളിലോട്ട് കടത്തി വിട്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടൈറ്റ് വേണം അത് ഏകദേശം നോക്കി ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിവിടെ ടൈറ്റായി. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണിത്. അതുപോലെ തന്നെ അടുത്തതും അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ സിമ്പിളായിട്ട് ഇവിടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമുക്കിത് ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് വരുന്നത്. ഏകദേശം ഈ മോഡലിലാണ് ഇത് വെച്ച് ഫിറ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് സ്ട്രാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ സ്ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ തിരികെ കയറ്റാൻ വേണ്ടി നോക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇത് ടൈറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളെപ്പോഴും മാക്സിമം ടൈറ്റ് ചെയ്യുക. അത് ഈ ഒരു സ്ട്രാപ്പ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ടൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണാണ്. അപ്പോൾ അത് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് 2 സൈഡിലൂടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ GoPro ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്, നമ്മൾ ഷൂട്ടൊന്നും ചെയ്യുന്നില്ല. ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ആംഗിളിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഡിസ്പ്ലേ കണ്ടുകൊണ്ട് നിങ്ങൾക്കത് റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേ നോക്കിയിട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി ഇങ്ങനെ ഒരു ഡിസ്പ്ലേ നോക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് കണ്ടുകൊണ്ട് എന്തെങ്കിലും ബാറ്ററി എററോ ഇല്ലെങ്കിൽ അതുപോലെ റെക്കോർഡിങ്ങിൽ എന്തെങ്കിലും എററും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സംഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള മൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണം. നേരെ മറിച്ച് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാനും അറിയാനും വേണ്ടി പറ്റുന്നതല്ല. ഇപ്പോൾ റൈഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബൈക്കേഴ്സായ ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായൊരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പോൾ GoPro പോലുള്ള ആക്ഷൻ ക്യാമറകളൊക്കെ വാങ്ങുന്നവർ ഇതുപോലുള്ള ഹെൽമെറ്റ് മൗണ്ടുകളും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ സാമ്പിൾ ഷോട്ടൊന്നും ഒരുപാട് കാണിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം കാണിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ വ്ളോഗിങ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോകളും ഇത് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സാമ്പിൾ ഷോട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു വ്ളോഗിങ് ചാനൽ SVAS വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ SVAS വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ വിസിറ്റ് ചെയ്യുക. അവിടെ ഒരുപാട് വീഡിയോസ്, ട്രാവൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആർക്കെങ്കിലും ഈ ഒരു സെയിം മോഡൽ വാങ്ങണമെങ്കിൽ ആ ഒരു ലിങ്ക് വഴി പോയി വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ തിരുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എല്ലാം ചെയ്ത് വെച്ച് ആ ഒരു നോട്ടിഫിക്കേഷൻ ഓളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.